ഹിമകുന്ദമൃണാളാഭം ദൈത്യാനം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം അഹം പ്രണാമി. എല്ലാ ശാസ്ത്രങ്ങളെയും വിശേഷിച്ച് പ്രതിപാദിക്കാൻ കഴിവുള്ള ആ ആചാര്യനെ, അസുരാചാര്യനെ, ശുക്രാചാര്യനെ ഞാൻ നമസ്കരിക്കുന്നു. വ്യാഴവും ശുക്രനും രണ്ട് ഗുരുക്കന്മാരാണ്. വ്യാഴം ദേവഗുരു, ശുക്രൻ അസുരഗുരു. സാത്വികമായ പ്രവർത്തനത്തിലൂടെ മാത്രം നയിക്കുന്ന ഗ്രഹമാകുന്നു വ്യാഴം. ശുക്രനാകട്ടെ അസാൻമാർഗികത എല്ലാം ഉണ്ടാകാം. കാരണം അസുരന്മാരുടെ ദേവനാണ്. അവിടെ മദ്യമുണ്ടാകാം, സ്ത്രീ ഉണ്ടാകാം, വ്യഭിചാരമുണ്ടാകാം, നൃത്യങ്ങളുണ്ടാകാം, പാട്ടുകളുണ്ടാകാം. ആളുകളെ ചതിച്ച് എങ്ങനെയും കാര്യങ്ങൾ നേടുന്ന അസുരന്മാരുടെ വിഭാഗത്തിൽപ്പെടുന്നവരുടെ ദേവനാണ് ശുക്രൻ. ഇതാണ് വ്യാഴവും ശുക്രനും തമ്മിലുള്ള വ്യത്യാസം. അങ്ങേയറ്റം പണ്ഡിതനാണ് ശുക്രൻ. വ്യാഴത്തെക്കാളും പല രീതിയിലും പാണ്ഡിത്യം ശുക്രനുണ്ട്. പക്ഷേ വ്യാഴം ആധ്യാത്മികമായ തലത്തിലും ശുക്രൻ ഭൗതിക തലത്തിലുമാണ് എന്ന വ്യത്യാസം മാത്രമേ ഇവിടെ ഉള്ളൂ. നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിലേക്ക്, തുലാം രാശിയിലേക്ക് വരികയാണ്. കഴിഞ്ഞ ഏതാനും ദിനങ്ങളായി ശുക്രൻ അതിനീചത്തിലായിരുന്നു. തൻ്റെ കന്നിരാശിയിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഉണ്ടായിട്ടുണ്ടാകും. സാമ്പത്തികമായാലും സ്നേഹിച്ചവരിൽ നിന്നുള്ള വഞ്ചനയും എല്ലാ പ്രകാരത്തിലുള്ള ചതിയിലും പെട്ടുപോവുക. സ്ത്രീ വിഷയത്തിലായാലും വാഹന വിഷയത്തിലായാലും ആഭരണ വിഷയത്തിലായാലും ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയത്തിലായാലും തനിക്ക് വലിയ കഷ്ടനഷ്ടങ്ങളും മാനസിക പ്രയാസങ്ങളും ഉണ്ടാവുക. പ്രിയപ്പെട്ടവർ പിരിഞ്ഞു പോവുക. അതിൽ നിന്നും തുലം വിഭിന്നമായി ശുക്രനിത സ്വന്തം ക്ഷേത്രത്തിലേക്ക് വരികയാണ്. ശുക്രനെ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചിന്തിക്കണം? അബല ഭോഗയാനാനി ശുക്ര. അബല സ്ത്രീയാണ്, ബലമില്ലാത്തവൾ. നാസ്തി ബലം യസ്യാഹസ അബല. ബലമില്ലാത്തവളാണ് സ്ത്രീ. അത് സ്ത്രീയാകാം, ഭാര്യയാകാം, കാമുകിയാകാം, എല്ലാവരുമാകാം. ഭോഗയാനാനി ഭോഗങ്ങൾ, ഭോഗോപഭോഗ്യമായ എല്ലാ വസ്തുക്കളും. അത് ആഡംബരങ്ങളാകാം, സുഖഭോഗങ്ങളാകാം, വാഹനങ്ങളാകാം, സുഹൃത്തുക്കളാകാം, സ്ത്രീയാകാം, മദ്യപാനമാകാം. ഇതൊക്കെയാകാം. വാങ്ങലും കൊടുക്കലും കച്ചവടത്തിലും വളരെ സമർത്ഥനാണ് ശുക്രൻ. ഏറ്റവും നല്ല ഗാംബ്ലറാണ് ശുക്രൻ. അപ്രകാരം തന്നെ യാനാനി, ലോകത്തിലെ എല്ലാ വാഹനങ്ങളും ചിന്തിക്കുന്നത് ശുക്രനെ കൊണ്ടാണ്. വാഹനങ്ങളുടെ കാരകത്വം ശുക്രനാണ്. അത് ചരരാശിയിലാണെങ്കിൽ നമുക്ക് സഞ്ചരിക്കുന്ന വാഹനങ്ങളെ ചിന്തിക്കാം. അത് ജലരാശിയിലാണെങ്കിൽ നമുക്ക് കപ്പൽ, ഉരു, തോണി മുതലായവ സമുദ്രബന്ധനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാം ചിന്തിക്കാം. വലിയ മത്സ്യബന്ധന ബോട്ടുകളെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. ആഡംബര നൗകകളെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. ടൈറ്റാനിക് പോലുള്ള മറ്റുള്ളവർക്ക് വിഭാവനം ചെയ്യാൻ പറ്റാത്ത ജല ഗതാഗത വാഹനങ്ങളെല്ലാം തന്നെ ശുക്രനാണ്. മറിച്ച് ചരരാശിയിലാണെങ്കിൽ KSRTC മുതൽ എല്ലാ വാഹനങ്ങളും നമുക്ക് ചിന്തിക്കാം. ബസ്, യാനങ്ങൾ നമുക്ക് ചിന്തിക്കാം. യാനം എന്നാൽ വാഹനം എന്നാണ് അർത്ഥം. അധികവും ജലയാനവുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് നാം യാനത്തിന് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത്. സ്ഥിരവാഹനങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിക്കണം. സ്ഥിരമായ സ്ഥലത്തുണ്ടാക്കുന്ന വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ, അത് കപ്പലിൻ്റെ ഷേപ്പിലുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ഞാൻ ലണ്ടനിൽ പോയ സമയത്ത് ഇപ്പോൾ ധാരാളം കണ്ടു. അത് കപ്പലിൻ്റെ ഷേപ്പാകുന്നു. അപ്രകാരം ദുബായിലുമുണ്ട്. കരയിലുള്ള വലിയ ആകാശചുംബികളായ ബിൽഡിങ്ങുകൾ, ഇതൊക്കെ തന്നെ ശുക്രനെ കൊണ്ട് ചിന്തിക്കും. അവിടെ ധാരാളം ഗ്രൗണ്ടിൽ ആയിരക്കണക്കിന് വാഹനങ്ങളുടെ പാർക്കിംഗ്, വലിയ പാർക്കിംഗ് സ്ലോട്ടുകളുണ്ട് വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ. നമ്മുടെ രാജ്യത്ത് അതാണ് പ്രത്യേകിച്ചില്ലാത്തത്. ഇപ്പോഴാണ് നമ്മുടെ രാജ്യത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ വരുന്നത്. അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങുകൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് ബിൽഡിങ്ങുകൾ എടുത്തിട്ട് എന്നിട്ട് പാർക്കിങ്ങിന് അലയും മണിക്കൂറുകൾ. ഇപ്പോൾ എല്ലാ ബിൽഡിങ്ങുകൾക്കും താഴെ പാർക്കിങ്ങുകളൊക്കെ ഉണ്ട്. വലിയ ഷോപ്പിംഗ് മാളുകളൊക്കെ ഉണ്ട്. തിയേറ്ററുകൾ സമുച്ചയത്തിലുണ്ട്. നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം സമ്പത്ത് വരുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം. ഏറ്റവും അധികം കാശ് വരുന്ന, ഏറ്റവും അധികം സ്വർണം വിൽക്കപ്പെടുന്ന, ഏറ്റവും അധികം സ്വർണം വാങ്ങപ്പെടുന്ന, ഏറ്റവും വലിയ IT ഹബ്ബായി കൊച്ചിയും തിരുവനന്തപുരം മാറിക്കൊണ്ടിരിക്കുന്ന, ഏറ്റവും വലിയ ഷിപ്പിംഗ് കൊച്ചിൻ ഷിപ്പ് യാർഡ്, ലോകത്തിലെ ഏറ്റവും തന്നെ അഭിമാന സംഭവമായി മാറുകയാണ് വിഴിഞ്ഞം പോർട്ട്. ഇവിടെയൊക്കെ ശുക്രൻ എന്ന ഗ്രഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് ധാരാളം കാണാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ ശുക്രൻ്റെ മാറ്റം എപ്പോഴാണ് ശുക്രൻ മാറുന്നതെന്ന് അറിയണം. നവംബർ 2-ാം തീയതി ഉച്ചയ്ക്ക് 1:30 മണിയോടുകൂടി ശുക്രൻ മാറുന്നു. 2025 നവംബർ 2-ാം തീയതി എന്ന് വെച്ചാൽ 1201 തുലാമാസം 16-ാം തീയതി മുതൽ ഉച്ചയ്ക്ക് 1:30 മുതൽ ശുക്രൻ മാറുകയാണ്.
കേവലം 25 ദിനങ്ങൾ മാത്രമേ അവിടെയുള്ളൂ. ശുക്രൻ ഏറ്റവും ഫാസ്റ്റായ പ്ലാനറ്റാണ്. ചന്ദ്രനാണ് ഏറ്റവും കൂടുതൽ 2.25 ദിവസം കൊണ്ട് ഒരു രാശി കവർ ചെയ്യുന്ന ഗ്രഹമാണ് ചന്ദ്രൻ. അത് കഴിഞ്ഞാൽ പിന്നെ ബുധൻ, പിന്നെ ശുക്രൻ, ചൊവ്വ, ഇങ്ങനെ വരും. അതിനാൽ വളരെ ഫാസ്റ്റായ പ്ലാനറ്റാണ്. 25 ദിവസം ധാരാളമാണ്. ഒരു ഡീലിംഗ് നടന്ന കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ 10,000 രൂപ കിട്ടണമെങ്കിൽ സെക്കൻഡ്സ് ഓഫ് വർക്ക് മാത്രം മതി. അതാണ് വാങ്ങലും കൊടുക്കലും വ്യാപാരവും. മൗഢ്യമായി കിടക്കുന്ന ശുക്രൻ ഇതാ ബലവാനായി വരികയാണ്. ഇവിടെ മനസ്സിലാക്കണം, ഇവിടെ ശുക്രൻ തുലാൻ രാശിയിൽ വരുമ്പോൾ നീചസ്ഥനായ സൂര്യനോടുകൂടെ നിൽക്കുന്നു. പക്ഷേ ഭാഗ്യവശാൽ ശുക്രന് മൗഢ്യമൊന്നുമില്ല. അതിനാൽ ശുക്രൻ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് മനസ്സിലാക്കണം, മേടൻ രാശി മുതൽ 12 രാശികൾക്കുള്ള ശുഭാശുഭ ഫലങ്ങൾ വളരെ പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. പുരൂരുരായി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ മീനൻ രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് സ്വന്തം ക്ഷേത്രത്തിലാണ്. മീനൻ രാശിക്കാർക്ക് ശുക്രൻ 2 ഗ്രഹങ്ങളുടെ ആധിപത്യമുണ്ട്. ഒന്ന് 3-ാം ഭാവാധിപത്യം, മറ്റൊന്ന് 8-ാം ഭാവാധിപത്യം. അഷ്ടമാധിപനായ ഗ്രഹമാകുന്നു മീനൻ രാശിക്കാർക്ക് ശുക്രൻ. ആ ശുക്രൻ എവിടെ നിൽക്കുന്നു? അഷ്ടമത്തിൽ നിൽക്കുന്നു. അഷ്ടമം നല്ലൊരു ഭാവമാണോ? ആണെന്ന് ചോദിച്ചാൽ അല്ല. ജ്യോതിഷത്തിൽ 6, 8, 12 ഭാവങ്ങളിൽ അഷ്ടമമാകുന്നു ഏറ്റവും ദുഷിച്ച ദോഷപ്പെട്ട ഭാവമെന്ന് അറിയുക. തത്ര അധികഷ്ട അഷ്ടമ. അഷ്ടമം അങ്ങേറ്റം ബുദ്ധിമുട്ടുള്ള ഭാവമാണ്. ഇവിടെ 3-ാം ഭാവാധിപനാണ്. തൻ്റെ സഹോദരങ്ങളാണ്, സഹായികളാണ്, തൻ്റെ ധൈര്യമാണ്, തൻ്റെ ദുർബുദ്ധിയാണ്, തൻ്റെ പരാക്രമമാണ്. ഇതൊക്കെയാണ് അഷ്ടമത്തിൽ. ഈ ഗ്രഹമാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത്. വളരെ ബലവാനാണ് ശുക്രൻ. ഈ അഷ്ടമത്തിലുള്ള ശുക്രൻ ഒരു നല്ല ഫലം ചെയ്യും. മഠാധ്യാലയ സമ്പത്തിമഭികുര്യ ശുഭോത്രഗ്രഹ. തൻ്റെ മഠം, ക്ഷേത്രം, അനാഥാലയം, ധർമ്മദൈവ സങ്കേതങ്ങൾ, അപ്രകാരം തന്നെ ട്രസ്റ്റ് മുതലായ വിഷയങ്ങളിൽ തനിക്കൊരു അധികാരം ലഭിച്ചാൽ അത് നന്നായി മുന്നോട്ട് നയിക്കാൻ പറ്റും. മഠാധ്യാലയ സമ്പത്തിമഭികുര്യ ശുഭ അത്രക. അഷ്ടമത്തിൽ ഗമിച്ചിരിക്കുന്ന ശുഭഗ്രഹം അനാഥാലയം, മന്ദിരം, ക്ഷേത്രം മുതലായ പ്രവർത്തനങ്ങൾ വ്യാപൃതമാകാം. ഇവിടെ ക്ഷേത്രവുമായി ബന്ധപ്പെടുന്ന അധികാരങ്ങൾ ലഭിച്ചാൽ അത് വളരെയധികം തനിക്ക് ഗുണകരമാകാം. ആ ക്ഷേത്രത്തിൻ്റെ നന്മകൾക്ക് വേണ്ടി തനിക്ക് പ്രവർത്തിക്കാം. അതിൽ പേരുദോഷമുണ്ടാകില്ല. നേരെ മറിച്ച് അഷ്ടമത്തിൽ പാപഗ്രഹം വന്നാൽ അപവാദമാണ്. അപവാദോ മഠാവത്തിരപി പാപയെ അഷ്ടമസ്ഥിതയെ. അപവാദങ്ങൾ വരും. ആ ഒരവസ്ഥ ഇവിടെ ആർക്കില്ല? മീനൻ രാശിക്കാർക്ക് ഇവിടെ സംഭാവ്യമല്ല. അതിനാൽ മീനൻ രാശിക്കാർക്ക് വളരെ അനുകൂലമായി കരുക്കളൊക്കെ നീക്കുവാൻ ഈ ഒരു സമയം ഇപ്രകാരമുള്ള ക്ഷേത്ര വിഷയങ്ങളിൽ നല്ലതാണ്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, തൻ്റെ സഹോദരങ്ങൾ, തൻ്റെ സഹായികൾ ഒക്കെ തന്നെ ശത്രുക്കളാകാതെ നോക്കണം. സ്നേഹം കൊടുത്ത് ദുഃഖം വാങ്ങേണ്ടി വരും. തുലാൻ രാശി അപ്രകാരമാണ്. അവരെ സ്നേഹിച്ചാലും ഇങ്ങോട്ടേക്ക് സ്നേഹമോ കടപ്പാടോ നന്ദിയോ ലഭിക്കണമെന്നില്ല. അങ്ങനെയുള്ള മാനസിക സംഘർഷങ്ങൾ ധാരാളം വരും. ഗോൾഡ് വളരെയധികം ശ്രദ്ധിക്കുക. ബാങ്കിൽ വെച്ച ഉരുപ്പടികൾ നഷ്ടപ്പെടുക, വീട്ടിലും കളവ് നടക്കുക, സ്വർണം നഷ്ടപ്പെടുക, അല്ലെങ്കിൽ വില കൂടിയ ആഭരണങ്ങൾ ഒക്കെ നഷ്ടപ്പെട്ടു പോകും. ഈ ഒരു സമയം വളരെ ശ്രദ്ധിക്കണം. വളരെ ബുദ്ധിമുട്ടുകൾ വരും. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ശാരീരികമായി പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡുള്ള വ്യക്തികൾ വളരെയധികം ശ്രദ്ധിക്കണം. വൃക്കരോഗികൾ ശ്രദ്ധിക്കണം. മൂത്രസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം. സ്ത്രീകൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരാം, ഗൈനിക് സംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ വരാം. ഇവിടെ അഷ്ടമത്തിൽ അഷ്ടമാധിപനായ ഗ്രഹം വളരെ ബലവാനാണ്. അത് ധനസ്ഥാനത്തേക്ക് നോക്കുന്നുണ്ട്. ബലവാനായ അഷ്ടമാധിപൻ്റെ ദശയിലോ ചാരവശാല സഞ്ചരത്തോ ഋണവിമോചനം, തനിക്ക് കുറച്ച് കടങ്ങളൊക്കെ തീർക്കാൻ പറ്റും. ഉച്ചതിമാത്മനഃ, തനിക്ക് ഉയർച്ചയുണ്ടാകും. മഹിഷ്യ പശുജ ഭൃത്യജനാഗമം, നല്ല ഭൃത്യന്മാരെ ലഭിക്കാം. പക്ഷെ ഭൃത്യന്മാർ നമ്മൾ കാശും കൊണ്ട് പോകാൻ പാടില്ല. മഹിഷ പശ്വജ, നാൽക്കാലികളെ ലാഭമുണ്ടാകും. വാഹന ലാഭം പറഞ്ഞിട്ടുണ്ട് അഷ്ടമത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ. നീജഹ, തനിക്ക് ഉചിതമല്ലാത്ത കർമ്മങ്ങളിലേക്ക് പോകരുതെന്നാണ് വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. 8-ൽ ശുക്രനും വ്യാഴവും വരുമ്പോൾ നീജഹ, അനുചിത കുലകർമ്മ, തനിക്ക് ഉചിതമല്ലാത്ത കർമ്മങ്ങൾ ചെയ്താൽ തനിക്ക് പറ്റുന്ന മേഖലയിൽ മാത്രം താൻ ഇൻവെസ്റ്റ് ചെയ്യുക. ആ മേഖലയിൽ മാത്രം അതിനെപ്പറ്റി അറിയുക. ഇല്ലെങ്കിൽ ധനനഷ്ടം ഉണ്ടാകാം. ജനക്ഷുദ്രവാദി ചിരം ചാരുജീവിതം. ക്ഷുദ്രമായി സംസാരിക്കും. വളരെ മോശപ്പെട്ട രീതിയിൽ ആർഗ്യുമെൻറ്റ്സൊക്കെ വരും. ഫാമിലി ലൈഫായാലും പബ്ലിക്കായാലും വളരെ ശ്രദ്ധിക്കണം. തൻ്റെ വാക്ക് വളരെ മോശമാകും. കൈവിട്ട വാക്കെന്നാണ്. വാക്ക് കൈവിട്ട് പോയാൽ തീർന്നു. പിന്നെ ചിരം ചാരു ജീവിതം, നന്നായി മനോഹരമായി ജീവിക്കും. കടം വാങ്ങിയിട്ടെങ്കിലും അടിച്ചു പൊളിച്ച് നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് അങ്ങനെ ജീവിക്കും. ചതുഷ്പാസുഖം ദൈത്യപൂജ്യോ ദദാതി, വാഹന സുഖം ലഭിക്കും. ജനുഷ അഷ്ടമേ കഷ്ടസാർത്ഥോ ജയോർത്ഥ, ജയവും ധനവും
അത് കഷ്ടപ്പെട്ട് ലഭിക്കണമെന്നാണ്. ജനുഷി അഷ്ടമേ കഷ്ടസാധ്യ, വളരെ കഷ്ടപ്പെട്ട് ലഭിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുനർവർദ്ധതേ ദീയമാനം ധനർണേ, ധനം കടം കൊടുത്ത് ധാരാളം കാശ് സമ്പാദിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതിനാൽ സ്വർണമൊക്കെ വെച്ച് കാശൊക്കെ വാങ്ങും, പക്ഷേ സ്വർണ്ണ നഷ്ടം ഉണ്ടാക്കരുത്. സ്വർണം നഷ്ടപ്പെടും, ചതിക്കപ്പെടാതെ നോക്കുക. ഇവിടെ നിർബന്ധമായും വെള്ളിയാഴ്ച ഗണപതി ക്ഷേത്രത്തിൽ നാളികേരം അടിക്കുക. അപ്രകാരം ഭദ്രകാളി ക്ഷേത്രത്തിൽ തടസ്സങ്ങൾ മാറാൻ നാളികേരം മുട്ട് ചെയ്യുന്നത് വളരെ ഗുണമാണ്. അതേപ്രകാരം ശത്രുസംഹാര കുരുതിയും ചെയ്യുക. എല്ലാ ദോഷങ്ങൾക്കും ഉടനടി പരിഹാരമാകട്ടെ. ഈ ശുക്രൻ നന്മകൾ പ്രദാനം ചെയ്യട്ടെ മീനൻ രാശിക്കാർക്കെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.